കേരളപ്പിറവിക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ പോസ്റ്റർ നമുക്ക് സിമ്പിൾ ഡ്രോയിങ് ബുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കിടിലൻ ഐഡിയ ആണ്. അപ്പോൾ കീപ് വാച്ചിങ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതുപോലെ ഒരു ഡ്രോയിങ് ബുക്ക് എടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു പേജിലാണ് നമ്മളിപ്പോൾ ഒരു പോസ്റ്റർ ചെയ്തെടുക്കാൻ പോകുന്നത്, ഒരു പെയിൻറ്റിങ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു മാസ്കിങ് ടേപ്പാണ്. അപ്പോൾ വലിയ ടേപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ 4 സൈഡിലും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ആദ്യം നമ്മുടെ ക്ലോത്തിൽ തുണിയിലൊക്കെ വെച്ചിട്ട് ഡ്രസ്സിലൊക്കെ വെച്ച് ജസ്റ്റ് അതിൻ്റെ അങ്ങനെ ഒട്ടിച്ചതാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പശ കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്കിത് പിന്നെ പൊളിച്ചെടുക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ പൊളിക്കുന്ന സമയത്ത് പേപ്പർ കീറിയൊക്കെ പോവും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഓയിൽ പാസ്റ്റലാണ്. ഇത് ഒരുപാട് കമ്പനീൻ്റെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും പിന്നെ കുറച്ച് നല്ലൊരു ബ്രാൻഡുമാണ് ഫാബർ കാസ്റ്റൽ. അതിനാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഓൺലൈൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു സിമ്പിൾ ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനിൽ ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ എടുക്കുന്ന സമയത്ത് ഒരു ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വരുന്ന ഒരു ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒരു ഭംഗി കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇപ്പോൾ റെഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഓറഞ്ച്, പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച്, പിന്നെ യെല്ലോ, അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് വെറുതെ ഇങ്ങനെ മൊത്തമായിട്ട് ഫിൽ ചെയ്ത് വരച്ചു കൊടുക്കുക. ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അവർക്കൊക്കെ സ്കൂളിലേക്കൊക്കെ എന്തെങ്കിലും പോസ്റ്റർ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലൊരു തീമോ ഒക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ വേവേ തീരുന്നുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മൾ നന്നായിട്ട് ഇതുപോലെ വരച്ച് അപ്ലൈ ആക്കിയതിന് ശേഷമാണ് നമ്മളത് മിക്സ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലുള്ളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് എന്നാണ് ഫസ്റ്റ് നമ്മൾ റബ്ബ് ചെയ്ത് തുടങ്ങേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഒന്നായിട്ട് ലൈറ്റ് കളറിലേക്കൊക്കെ ഡാർക്ക് കളറൊക്കെ വന്ന് വൃത്തികേടാവും. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളറിനാണ് ഇത് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ജസ്റ്റ് യെല്ലോന്ന് ആ ഒരു ഓറഞ്ചിലേക്ക് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് നമ്മൾ കുറച്ച് നല്ല പ്രഷറിൽ തന്നെ ചെയ്യണം കേട്ടോ. എങ്കിലേ ഇത് നമുക്കതിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോയിൽ കാണുമ്പോഴല്ല കേട്ടോ, നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്തേ നമുക്ക് കൈ ചെറുതായിട്ട് ഇങ്ങനെ കടയും കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ കൈ യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഇതിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തത്. എന്നാലും ലാസ്റ്റ് ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കാണാൻ. അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഈ ഇതുപോലുള്ള ഗ്രേഡിങ്ങും ഈ സംഭവങ്ങളൊന്നും വലിയ അറിവില്ലാത്തവർക്കാവുമ്പം കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കളറാണ് ഓയിൽ പാസ്റ്റൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്കാണെങ്കിലും ഒക്കെ തന്നെ നല്ലൊരു അടിപൊളി ഫീലാണ് നമുക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിതുപോലെ മൊത്തം ഒന്നിങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു പെൻസിൽ വെച്ചിട്ട് ഞാൻ ആദ്യം ഇതിൽ കേരളപ്പിറവി ആശംസകൾ എന്നൊന്ന് എഴുതി കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഓയിൽ പാസ്റ്റലിന് ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഈ ഓയിൽ പാസ്റ്റൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇപ്പോൾ മാർക്കറും സ്കെച്ച് പെന്നും നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്നതൊന്നും അതിൽ നന്നായിട്ട് അവിടെ പിടിക്കില്ല. നമ്മൾ വരച്ച് കഴിഞ്ഞാലും അതിനെ കൊണ്ട് മിക്സായി കിട്ടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് ഒരു പിന്നെ ഓയിൽ പാസ്റ്റലിൻ്റെ ഒരു ഡ്രോയിങ്ങിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കളർ എന്ന് പറയുന്നത് അക്രിലിക് പെയിൻറ്റ് തന്നെയാണ്. ഏറ്റവും നന്നായിട്ട് അക്രിലിക് പെയിൻറ്റ് അതിൽ അപ്ലൈ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ചെറിയൊരു കേരളത്തിൻ്റെ ആ ഒരു സീനറിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് രണ്ടൊരു തെങ്ങിൻ്റെ പിക്ചർ ഞാനിതിൽ നോർമൽ സ്കെച്ച് പെൻ യൂസ് ചെയ്തതിൻ്റെ മുകളിലൊന്ന് വരച്ച് കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് അത്രയും ഡാർക്ക് കിട്ടുന്നില്ല, കണ്ടില്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അക്രലിക് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ഡാർക്ക് കളർ നമുക്ക് ഇതിൽ കിട്ടുക പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ പിന്നെ ഒന്നും കൂടെ അക്രലിക് പെയിൻ്റ് ഒന്ന് വെച്ച് കളർ ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ കേരളപ്പിറവി പോസ്റ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി സൈഡിലുള്ള ഒരു മാസ്കിങ് ടേപ്പ് നമുക്ക് മെല്ലെ പൊളിച്ചെടുക്കാം. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലുള്ള വൈറ്റ് പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പോസ്റ്റർ ഐഡിയ ആണ് കേരളപ്പിറവിക്ക്. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്തിട്ട് എന്തായാലും പിക്സൊക്കെ അയച്ചു തരിക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.